സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച. ലൂക്ക 6:39 മുതൽ 42 വരെ വാക്യങ്ങൾ. റേഡിയോയുടെയും ടെലിവിഷൻ്റെയും കാലഘട്ടത്തിന് മുമ്പ് ഒരു ടെലിഫോൺ ഓപ്പറേറ്റർക്ക് കൃത്യമായ സമയം ചോദിച്ച് ദിവസേന ഒരു കോൾ ലഭിക്കുമായിരുന്നു. സമയം എപ്പോഴും ആധികാരികമായി നൽകാൻ അവൾക്ക് കഴിഞ്ഞു. കാരണം ഓരോ പ്രവൃത്തി ദിവസത്തിൻ്റെയും അവസാനം നഗരത്തിലെ ഫാക്ടറി വിസിൽ മുഴങ്ങുമ്പോൾ അവൾ ദിവസവും അവളുടെ വാച്ച് പരിശോധിച്ച് കറക്റ്റ് ചെയ്തു. ഒരു ദിവസം അവളുടെ വാച്ച് നിന്നുപോയി. ഫാക്ടറിയിലെ വിസിൽ മുഴങ്ങുന്നത് കേട്ടിട്ട് വേണം തൻ്റെ വാച്ച് ശരിയാക്കാൻ. അപ്പോഴേക്കും സാധാരണ വിളിക്കുന്ന ആൾ സമയം ചോദിച്ച് വിളിച്ചു. അവൾ പറഞ്ഞു, ഫാക്ടറിയിലെ വിസിൽ കേട്ടാലേ എനിക്ക് കൃത്യസമയം പറയാൻ സാധിക്കൂ. കുറച്ചു നേരം നിശബ്ദനായിരുന്നിട്ട് അവളെ പതിവായി വിളിക്കുന്ന ആൾ പറഞ്ഞു, ഞങ്ങളാണ് എല്ലാ ദിവസവും ഫാക്ടറിയിൽ നിന്ന് വിളിച്ച് സമയം അന്വേഷിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ വാച്ച് കറക്റ്റ് ചെയ്യുന്നത് ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന സൈറൻ അനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ വാച്ച് കറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന സമയമനുസരിച്ചാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ നമ്മുടെ കണ്ണിൽ തടി ഇരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുന്നതിൻ്റെ പ്രവണതയെക്കുറിച്ച് യേശു പറയുന്നു. വാസ്തവത്തിൽ നമ്മുടെ കണ്ണിലെ തടിക്കഷ്ണം മറ്റുള്ളവരെ ശരിയായിട്ട് കാണുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു. മനുഷ്യരെ യാന്ത്രികമായി വിധിക്കാനുള്ള നമ്മുടെ സ്വാഭാവിക പ്രവണതയെക്കുറിച്ചാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. സ്വന്തം കണ്ണിലെ മരത്തടികൾ പൂർണ്ണമായും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ മറ്റൊരാളുടെ കണ്ണിലെ കരട് ശ്രദ്ധിക്കാൻ സാധിക്കൂ. നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്യാപകരാണ്. വിദ്യാഭ്യാസത്തിൽ ബിരുദം നേടിയാലും ഇല്ലെങ്കിലും മാതാപിതാക്കളും രക്ഷിതാക്കളും മുതിർന്നവരും സ്വാധീനമുള്ള മറ്റാളുകളും കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ പലപ്പോഴും പല നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു. നമ്മുടെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ഒക്കെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ എത്ര നന്നായി സ്വാധീനിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നാം അവരെ മികച്ച വ്യക്തികളാക്കുകയാണോ അതോ അവരെ നാശത്തിലേക്ക് നയിക്കുകയാണോ? നമ്മളിൽ മിക്കവർക്കും മറ്റുള്ളവരെ വിധിക്കാനുള്ള പ്രവണത യാന്ത്രികമാണ്. പലപ്പോഴും ഞാൻ ഒരാളെ വിധിക്കുന്നു. ആ വിധി പറയുന്നത് ബോധപൂർവം ആയിരിക്കണമെന്നില്ല. എന്നാൽ നമ്മളുടെ ആ ജഡ്ജ്മെൻറ്റ് 100% ശരിയാകണമെന്നുമില്ല. നമ്മൾ ഒരാളെ വിധിക്കാൻ തീരുമാനിക്കുമ്പോൾ അയാളുമായിട്ടുള്ള ബന്ധം നമ്മൾ എന്തുമാത്രം കാത്തു സൂക്ഷിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവരുമായുള്ള നല്ല ബന്ധം എന്ന് അർത്ഥമാക്കുന്നത് നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നതാണ്. എല്ലാവർക്കും അപൂർണതയുണ്ട്. എന്നാൽ എല്ലാവർക്കും അഭിനന്ദിക്കാൻ അല്ലെങ്കിൽ നന്ദി പറയാൻ നല്ല വശങ്ങളുമുണ്ട്. വിമർശനത്തിന് പകരം അഭിനന്ദനത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അഥവാ വിമർശിക്കണമെങ്കിൽ അത് ആത്മാർത്ഥതയോടെ ചെയ്യാം. അവരെ അപമാനിക്കാതെ സ്വകാര്യമായി ചെയ്യുന്നതാണ് നല്ല കാര്യം. പ്രിയപ്പെട്ടവരെ, വഴി വ്യക്തമായി കാണാനും യേശുവിൻ്റെ സന്ദേശത്തിൻ്റെ സത്യം മനസ്സിലാക്കാനും
യേശു ഇന്ന് നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.